കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദർ യേശുവിനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവമക്കളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു. വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല. എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിന് സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷ 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. വാക്കുകളേക്കാൾ ശക്തി ചില അവസരങ്ങളിൽ പ്രവൃത്തികൾക്കുണ്ട് എന്ന് ആഹ്വാനം ചെയ്യുന്ന ദൈവം തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ചില അവസരങ്ങളിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ചെവിയിലേക്ക് എത്തിച്ചേരില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ പതിയാത്ത ഒരവസ്ഥയുണ്ടാകും. ആ നിമിഷങ്ങളിൽ ഒരുപക്ഷെ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കാം അവനിൽ മാറ്റം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് കൂടുതലായിട്ട് കടന്നു വരിക. ഇവിടെ യേശുനാഥനെ കല്ലെറിയുവാൻ വേണ്ടി യഹൂദർ വീണ്ടും കല്ലുകൾ എടുക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. യേശു അവരോട് ചോദിക്കുന്നുണ്ട്, പിതാവിൽ നിന്നും അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുവാൻ ശ്രമിക്കുന്നത്? അവർ പറയുന്ന മറുപടി ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് നീ ദൈവദൂഷണം പറയുന്നു, അതുകൊണ്ട് ആണ് ഞങ്ങൾ കല്ലെറിയാൻ പോകുന്നത് എന്നാണ് അവർ പറയുക. പ്രിയമുള്ളവരെ, അതിനുശേഷവും യേശു അവരോട് പറയുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാൻ ചെയ്ത പ്രവർത്തികൾ വഴിയെങ്കിലും എന്നിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ പ്രവർത്തികളിലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ആ പ്രവർത്തികളിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പിതാവും ഞാനും ഒന്നാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ആ അറിവ് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും എന്നാണ് യേശുനാഥൻ അവരോട് പറയുക. നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതം മുഴുവൻ പുണ്യപ്രവർത്തികളാൽ നിറഞ്ഞിരുന്ന ഒന്നാണ്. യേശു അന്ധർക്ക് കാഴ്ച നൽകുന്ന അവസരങ്ങളിലും, മുടന്തർക്ക് നടക്കാനുള്ള അവസരം കൊടുക്കുമ്പോഴും, എല്ലാ ബധിരർക്ക് കേൾവി നൽകുമ്പോഴും, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോഴും, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുമ്പോഴും എല്ലാം അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അവൻ്റെ പ്രവൃത്തികൾ, അവരുടെ വചനം പ്രഘോഷിക്കുകയാണ്. അവൻ വാക്കുകൾ കൊണ്ട് മാത്രമല്ല വചനം പ്രഘോഷിച്ചത്, മറിച്ച് തൻ്റെ പ്രവർത്തികൾ കൊണ്ടും ദൈവത്തെ അവർക്ക് പകർന്നു നൽകി. അതുകൊണ്ടാണ് ഒത്തിരിയേറെ കോൺഫിഡൻസോടുകൂടെ യേശുവിന് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന ആ പ്രവർത്തികളിലെങ്കിലും വിശ്വസിക്കുക. കാരണം യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെല്ലാം തന്നെ പിതാവായ ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന ഒന്നാണ്. തൻ്റെ പ്രവർത്തികളെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് യേശുവിന് അതുപോലെ അവരോട് പറയുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ,
നാം എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് ഇപ്പോഴും വാക്കുകൾ കൊണ്ട് പറയുന്നവരാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ സംസാരിക്കുവാൻ തുടങ്ങണം. നാം ഓരോരുത്തർ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കാണുന്ന ഓരോ വ്യക്തികൾക്കും അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികളാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലെല്ലാം ആ ഒരു കാര്യം നമ്മളെപ്പോഴും സൂക്ഷിച്ചു വയ്ക്കണം. കാരണം നമ്മുടെ പ്രവൃത്തികൾ കാണുന്ന ഒരു വ്യക്തിക്കും അസ്വസ്ഥതയല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് ആശ്വാസം ലഭിക്കുന്ന ഒന്നായി മാറണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ പ്രവൃത്തികൾ അത് ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന ഒന്നാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം വെറുതെ ഒരു കാട്ടിക്കൂട്ടലായിട്ട് മാറും. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു, പക്ഷേ അത് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള അനുഭവവും പകർന്നു നൽകുന്നില്ല. എന്നാൽ യേശുവിൻ്റെ പ്രവൃത്തികൾ അപ്രകാരമായിരുന്നില്ല. കാരണം യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ പിതാവായ ദൈവം എന്താണോ ആഗ്രഹിച്ചത് അതിന് അനുസൃതമായിട്ടായിരുന്നു. പിതാവ് പുത്രനോട് എന്താണോ കൽപ്പിച്ചത് അത് മാത്രമാണ് ഈ ലോകത്തിൽ പുത്രനായ ദൈവം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനെ തന്നെ എതിർക്കുന്ന ആളുകളോട് വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയുവാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എങ്കിലും വിശ്വസിക്കുമേ. പ്രിയമുള്ളവരെ, ആ ഒരു രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കുമോ? നമ്മളെ എതിർക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകാം. അവരെ നോക്കി നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറയുവാൻ സാധിക്കുമോ? അങ്ങനെ നമുക്ക് പറയുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അതുപോലെ ഉള്ളതായിരിക്കണം. നമ്മുടെ പ്രവൃത്തികളിൽ നന്മയുണ്ടായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒന്നായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഒന്നായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്ന ഒന്നായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറയുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതും അതിന് തന്നെയാണ്. നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവം മഹത്വപ്പെടണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തെ പ്രഘോഷിക്കുവാനുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. യേശുനാഥൻ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ എപ്രകാരമാണോ പ്രഘോഷിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെ ദൈവം അനുദിനം പ്രഘോഷിക്കപ്പെടണം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഈ നോമ്പുകാലം എന്നെ ആ ഒരു തലത്തിലേക്ക് ഉയർത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളിലെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം തിരുത്തി ദൈവത്തിൻ്റേതായ പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇന്ന് ഈ ദിവ്യബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കട്ടെ. കർത്താവേ, പലപ്പോഴും ഞാൻ എൻ്റെ പ്രവൃത്തികളിലൂടെ അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രവൃത്തികളിലൂടെ അങ്ങേക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു എതിർസാക്ഷ്യമായി എൻ്റെ പ്രവൃത്തികൾ മാറിയിട്ടുണ്ട്. കർത്താവേ, ഈ നോമ്പ് കാലത്തിലൂടെ ആ പ്രവൃത്തികളുടെ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതെല്ലാം തിരുത്തി എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അങ്ങേ പ്രഘോഷിക്കുവാനും അങ്ങയുടെ മുഖം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങ് എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കണമേ. ഞാൻ പറയുന്ന വാക്കുകളേക്കാൾ ഉപരിയായി എൻ്റെ പ്രവർത്തനങ്ങൾ സംസാരിക്കട്ടെ. ആ ഒരു തലത്തിലേക്ക് ആത്മീയമായിട്ട് വളരുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.